രവി മാഡം 1 സെക്കൻഡ്. എന്താ ആ സുജയും സുരേഷും ജസ്റ്റിസ് മേനോന്റെ ചെറുമക്കൾ അവർ ഇതുവരെ എത്തിയിട്ടില്ല. എത്തിയിട്ടില്ലെങ്കിൽ എത്തണ്ട. We were very clear and specific about the departure. Latest by 5 o'clock. എല്ലാവരോടും അങ്ങനെയല്ലേ പറഞ്ഞത്? ഇവർ മാത്രം എങ്ങനെ എക്സെപ്ഷൻ ടു ദ റൂൾ ആകുന്നത്? ഞാൻ അവിടേക്ക് വിളിച്ചു നോക്കി, പക്ഷെ അവിടെ ആരും ഫോൺ പിക്ക് ചെയ്യുന്നില്ല. ഇതൊരു പുലിവാലായല്ലോ. ഇത്രയൊക്കെ നിയമം അറിയുന്ന ആള് തന്നെ അതൊക്കെ തെറ്റിക്കാന്ന് വന്നാ. ആ ഫുഡ് ഒന്ന് വേഗം പാക്ക് ചെയ്തോളൂ കേട്ടോ. ഓക്കെ സാർ. എന്താടാ ലേറ്റ് ആയോ? ഇത്തിരിയൊന്നുമല്ല, ഒത്തിരി. ഫുഡ് പാക്കറ്റ് ഒന്ന് കിട്ടിക്കോട്ടെ, മുത്തച്ഛനൊരു പറപ്പിക്കലല്ലേ. മുത്തച്ഛ വേണ്ട, അല്ലെങ്കിലും പപ്പ പറയാറുണ്ട് മുത്തച്ഛൻ ഈയിടെ ചെത്തിത്തിരി കൂടുതലാ. ഒന്ന് പോകാൻ പറയടാ നിന്റെ പപ്പയോട്. അവൻ ജനിക്കുന്നതിന് മുമ്പ് ഞാൻ കാർ ഓടിക്കാൻ തുടങ്ങിയതാ. ഉറപ്പാണോ? വിളച്ചിട്ട് പറ. അതെ, ഞങ്ങളെ വിട്ടിട്ട് എന്താ പരിപാടി? ഞാനോ? ഞാനേ ഒന്ന് അടിച്ചു പൊളിച്ചു. പ്ലീസ് മുത്തച്ഛ, കുറച്ചുകൂടി സ്പീഡ് ആവാം. അല്ലെങ്കിൽ ആ സൗമ്യ മിസ് വഴക്ക് പറയാൻ കാരണം നോക്കിയിരിക്കാം. അതെനിക്ക് വിട്, ഞാൻ ടാക്കിൾ ചെയ്തോളാം. ഒരു വഴക്കും പറയില്ല. അവര് വെറും സൗമ്യല്ലേ ഇല്ലടാ. ഗുഡ് മോർണിംഗ്. സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്. വരുന്ന വഴിക്ക് വണ്ടി ഒന്ന് ബ്രേക്ക് ഡൗൺ ആയി. ഓ, ഇറ്റ്സ് ഓൾ റൈറ്റ് സർ. ഞങ്ങൾക്ക് അറിയായിരുന്നു തക്കതായി എന്തെങ്കിലും കാരണമില്ലാതെ സാർ ലേറ്റ് ആവില്ലെന്ന്. ഓക്കെ സർ, ഇനി വൈകിക്കുന്നില്ല. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഗുഡ് ബൈ സർ. ആ മക്കളെ, ഹിൽ ടോപ്പിലും വെള്ളച്ചാട്ടത്തിനടുത്തൊക്കെയാ പോകുന്നത്. സൂക്ഷിക്കണം. എൻജോയ് യുവർസെൽഫ്. അതൊക്കെ ശരി, പക്ഷെ മോശമായി പോയി. എന്ത്? കള്ളം പറഞ്ഞതിന് എത്ര പേരെ തൂക്കിയിട്ടുണ്ട്. എന്നിട്ടിപ്പോ ഒരു ഉളുപ്പും ഇല്ലാതെ ബ്രേക്ക് ഡൗൺ ആയപ്പോ. പെൻഷനായ പിന്നെ ഇഷ്ടം പോലെ കള്ളം പറയാം. മുത്തശ്ശ, ടേക്ക് കെയർ. ഒറ്റയ്ക്കാ ഉള്ളത്, ഓർമ്മ വേണം. ശരി മുത്തശ്ശി. എവിടെയും പോലീസ് ഇറങ്ങുന്നോ നോക്കിയിരിക്കുക, ക്യാമറയും നോക്കി ഇറങ്ങാൻ. എന്റെ കൈ മെനക്കെടുത്താതെ ഇതെല്ലാം വാരിക്കെട്ടി സ്ഥലം വിടാൻ നോക്ക്. കൈ മെനക്കെടുത്തുന്ന കാര്യം അവിടെ നിൽക്കട്ടെ. ഞാൻ എന്റെ ജോലി ചെയ്യുന്നു, നിങ്ങൾ നിങ്ങളുടെ. നിങ്ങൾ ചെയ്യുന്ന ജോലി നാട്ടുകാർ കാണുന്നതിൽ വല്ല ബുദ്ധിമുട്ടുണ്ടോ? തന്റെ ഈ ലൊടുക്ക് ക്യാമറ കണ്ടാൽ ഉടനെ കവാത്ത് മറക്കണ ഉണക്ക പോലീസുകാരനല്ല ഞാൻ. SI ജോൺ വർഗീസിനെ അതിന് കിട്ടില്ല. കോർപ്പറേഷൻ സെക്രട്ടറിയുടെ കയ്യൊപ്പോട് കൂടിയ ഒരു തുണ്ട് കടലാസിന്റെ ബലത്തിൽ ഒരു നേരത്തെ അഷ്ടിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഈ പാവങ്ങളുടെ ജീവിതം താൻ തല്ലി തകർക്കുന്നത് ആർക്ക് വേണ്ടിയാണെന്ന് എനിക്കറിയാം.
അത് ഈ നാട്ടിലെ ജനങ്ങളും കൂടി അറിയണം. ഫ്രെഡി, come on. വെൽക്കം ബാക്ക് ടു ട്രൂ വിഷൻ. മെറൈൻ ഡ്രൈവിലെ ഈ 1 ഏക്കർ 30 സെന്റ് സ്ഥലം XMP ഐസക് തോമസ് റവന്യൂ വകുപ്പിന്റെ സ്പെഷ്യൽ ഓർഡറിലൂടെ 90 വർഷത്തെ പാട്ടത്തിന് സംഘടിപ്പിച്ചെടുത്തു. പതിവ് പോലെ തന്റെ സുഹൃത്തായ അബ്കാരി സച്ചിദാനന്ദനുമായുള്ള ഒരു കൂട്ടു ബിസിനസ്. ഇനി എല്ലാ കോർപ്പറേഷൻ ചട്ടങ്ങളെയും ലംഘിച്ചുകൊണ്ട് കാറ്റിൽ പറത്തിക്കൊണ്ട് ഇവിടെ ഒരു ഹൈഫൈ മൾട്ടിപ്ലക്സ് വരും. അത് പണിയാനുള്ള മെറ്റീരിയൽസ് നിറച്ച ലോറികൾ ഇവിടെ കയറി ഇറങ്ങുന്നത് ഈ പാവങ്ങളുടെ നെഞ്ചത്തു കൂടിയാവണം. പോലീസിന്റെ കയ്യേറ്റ ശ്രമങ്ങളെ ചേർത്തുകൊണ്ടാണ് ഈ സ്റ്റോറി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത്. ബൈ. തീർന്നിട്ടില്ല. കഥയുടെ ശേഷം ഭാഗം സ്ക്രീനിൽ ഇന്ന് വൈകിട്ട് 9 മണിക്ക് ട്രൂ വിഷൻ ചാനൽ. വിഷ് യു എ ഹാപ്പി വ്യൂ. എങ്ങനെ രാത്രി 9 മണിക്ക് അല്ലേ? എടുക്കണ കാസറ്റ്. അയാൾ പറഞ്ഞ ന്യായമല്ലേ? അയാളുടെ പത്രക്കാരനല്ലേ? മിസ്റ്റർ വിജയ്, താങ്ക് യു. TV കാണുന്നതിനേക്കാൾ ഫയർ ബ്രാൻഡാണ് മിസ്റ്റർ വിജയ്. ഞാൻ മേനോൻ, എ ഗ്രേറ്റ് ഫാൻ ഓഫ് യുവേഴ്സ്, റിട്ടയർഡ് ജഡ്ജ്. അയ്യോ, ഇൻട്രൊഡക്ഷൻ ഒന്നും വേണ്ട സർ. ഞാൻ സാറിന്റെയും ഫാനാണ്. എന്റെയോ? ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ച് സാർ എഴുതിയിട്ടുള്ള ആർട്ടിക്കിൾസ് മുഴുവൻ ഞാൻ വായിച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു ഫയലായിട്ട് സൂക്ഷിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ ട്രൂ വിഷൻ ചാനൽ അടുത്ത മാസം നടത്തുന്ന നീതിമേളയിലേക്ക് സാറിനെ ഒന്ന് വന്ന് ക്ഷണിക്കാൻ ഞാൻ നേരിട്ട് വന്ന് കാണാനിരിക്കുകയായിരുന്നു. ഓ, മൈ പ്ലഷർ. ഇവിടെ വിജയ് പറഞ്ഞതൊക്കെ വളരെ ശരിയാണ്. ഈ ഭാഗത്ത് കോർപ്പറേഷൻ ചട്ടങ്ങൾ അനുസരിച്ച് കെട്ടിയിരിക്കുന്ന ഒറ്റ കെട്ടിടം പോലും ഇല്ല. എന്നിട്ടും തെരുവ് കച്ചവടക്കാരെ ഒഴിപ്പിക്കാനാണ് എല്ലാവർക്കും ധൃതി. സർ, ജസ്റ്റ് എ മിനിറ്റ്. ഫ്രെഡി, ഗെറ്റ് റെഡി. സർ, ഈ പറഞ്ഞത് ഞങ്ങളുടെ ചാനലിന് വേണ്ടി ഒരിക്കൽ കൂടി പറയണം. ഇപ്പോഴോ? സർ, പ്ലീസ്. ഒരു എക്സ്പേർട്ട് കമന്റ് കൂടി ഉണ്ടെങ്കിൽ ഇന്നത്തെ എന്റെ സ്റ്റോറി സ്ട്രോങ്. താങ്ക് യു സർ. ഫ്രെഡി, റോളിംഗ്. യെസ് സർ. പറഞ്ഞോളൂ സർ. ഫുട്പാത്തിൽ സർ, ഇവിടെ നോക്കി. ഫുട്പാത്തിൽ നിന്ന് കച്ചവടക്കാരെ ഒഴിപ്പിക്കുന്നത് നിയമപരമായി ശരിയാണെന്നുള്ള വസ്തുത അംഗീകരിക്കുമ്പോൾ തന്നെ നിലവിലുള്ള നിയമങ്ങൾ പാലിക്കാതെ ബഹളം ഉണ്ടാക്കരുത്. എല്ലാവർക്കും കൊടുക്കണം. കിട്ടാത്തവരുണ്ടെങ്കിൽ എന്നോട് പറയാം. ഓക്കെ. ഹലോ. ഹലോ. വിച്ച് ഫ്ലോർ? അവിടെ ആരെ കാണാൻ? ഞാൻ ഇന്ന് ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്തു. 5Bയിൽ. 5B? What a surprise. I am in 5A. So we are neighbors. ഞാൻ ശേഖര മേനോൻ. I am a judge. Retired judge. ഹലോ സർ. Hello. I'm Jasmine. I'm a computer engineer. Oh. ഇവിടെ ഇൻസോഫ്റ്റ് മൾട്ടിമീഡിയയിൽ ഞാൻ നാളെ ജോയിൻ ചെയ്യണം. Oh, fine. ഹലോ സർ. ഹലോ. എങ്ങോട്ടാ ഭാര്യ ഭർത്താവ്? ഇവളുടെ കസിന്റെ മകളുടെ മാരേജ് ആയിരുന്നു. അങ്ങ് ബോംബെയിലാ. ഇന്ന് അതിന്റെ പാർട്ടിയാ. സാർ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ? ഫുഡ് വല്ലതും പാക്ക് ചെയ്തിട്ട് വരണോ? I am fully equipped. ഒറ്റയ്ക്ക് കുറച്ച് ദിവസം തിന്നും കുടിച്ചും കഴിയുന്നതിന് സുഖം നമുക്കല്ലേ അറിയുള്ളൂ, അല്ലേ കേമളെ? അതിപ്പോ ഇവിടെ നിർത്തിയിട്ട് ഞാൻ എങ്ങനെയാ പറയാ? ഓക്കേ, ബൈ. ശരി, ബൈ. Oh, sorry. It's okay.
ഇന്നിങ്ങോട്ട് മൂവ് ചെയ്ത സ്ഥിതിക്ക് എല്ലാം ഒന്ന് സെറ്റിൽഡായി വരുന്നേ ഉള്ളൂ അല്ലേ? അതെ, ഞാനെല്ലാം ഒന്ന് അൺപാക്ക് ചെയ്തിട്ട് കൂടിയില്ല. അല്ല, അപ്പോ ഫാമിലിയൊക്കെ? ഫാമിലി എന്ന് പറയാൻ പാരന്റ്സേ ഉള്ളൂ. ദേ ലിവ് ഇൻ ബോംബെ. എന്റെ മോളും മരുമോനും ഡോക്ടേഴ്സാ. അവർ ഡൽഹി പോയിരിക്കുക ഒരു കോൺഫറൻസിന്. ക്രിസ്മസിന്റെ അന്നേ വരൂ. കൊച്ചുമക്കൾ രണ്ടുപേരും കൂടെ സ്കൂളിൽ നിന്ന് ഡിസ്കഷൻ പോയിരിക്കുക. അവരും ഇനി 5 ദിവസം കഴിഞ്ഞേ വരും. ഇതാ കണ്ടില്ലേ, കുക്ക് ചെയ്യാനുള്ള വകുപ്പൊക്കെ സംഘടിപ്പിച്ച് വരിക. അല്ല, വാട്ട് അബൌട്ട് യു? പാചകത്തിന്റെ ഏർപ്പാടൊക്കെ? ഞാൻ ഇതേവരെ അതേപ്പറ്റി ആലോചിച്ചിട്ടില്ല. ആലോചിക്കാനൊന്നുമില്ല. ജാസ്മിനെ ഞാൻ ക്ഷണിക്കുകയാണ്. ഇന്നത്തെ അത്താഴം എൻ്റെ ഒപ്പം. അയ്യോ വേണ്ട. ഏയ്, മറ്റൊന്നും പറയണ്ട. എൻ്റെ ഈ ഏകാന്തവാസത്തിനിടയ്ക്ക് ഓർക്കാതെ കിട്ടിയ അയൽക്കാരിയാണ് കുട്ടി. സ്ട്രൈറ്റ് ഔട്ട് ഓഫ് ദ ബ്ലൂസ്. അപ്പോൾ 8:30 മണിക്ക് ഇങ്ങോട്ടെത്തുക. എൻ്റെ കൈപുണ്യം നേരിട്ടറിയുക. ഓക്കെ? ഓക്കെ ഓക്കെ. ഓക്കെ. അതെ, കുട്ടി ഒട്ടും പേടിക്കണ്ട. ഞാൻ ഒരു അപകടകാരിയല്ല. ഐ ആം എ ഹാംലെസ് ഓൾഡ് മാൻ. ഓക്കെ. അല്ല, നിങ്ങൾ വന്ന കാര്യം പറഞ്ഞില്ലെന്ന്. 2 ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു ഫോറിൻ ടൂർ പോവുകയാണ് നമ്മുടെ വ്യവസായ മന്ത്രിയോടൊപ്പം. ഞാനിപ്പോ XMP ആണ്, പ്രതിപക്ഷത്താണ്. എന്റെയും മന്ത്രിയുടെയും രാഷ്ട്രീയവും 2ആണ്. എന്നാലും ഞങ്ങളുടെയൊക്കെ ലക്ഷ്യം ഒന്നായതുകൊണ്ട് ഞാനൊന്ന് സമ്മതിച്ചു. മിസ്റ്റർ ഐസക്, ഇപ്പോഴും നിങ്ങൾ വന്ന കാര്യം പറഞ്ഞില്ല. ശരിയാ. മേനോൻ സാറിനോട് ഒരു മുഖവുരയുടെ ആവശ്യമുണ്ടോ? പ്രശ്നം നമ്മുടെ സച്ചിദാനന്ദന്റെ കള്ളുകച്ചവടം തന്നെ. ഇയാൾക്ക് മാത്രമല്ല, എനിക്കും അതിൽ ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ. ഇയാളുടെ ഡിസ്റ്റിലറിയിൽ നിന്ന് വൻതോതിൽ വ്യാജച്ചാരായവും സ്പിരിറ്റും വെളിയിലെത്തുന്നുണ്ടെന്ന് പറഞ്ഞ് ഒരു ആക്ഷൻ കൗൺസിൽ സമരം തുടങ്ങിയിട്ട് നാള് കുറേയായി. പോലീസ് കേസും അന്വേഷണമൊക്കെ നടന്നു. ഒന്നും നാളിതുവരെ തെളിഞ്ഞിട്ടില്ല. അപ്പൊ നമ്മുടെ കഷ്ടകാലത്തിന് ആ ആക്ഷൻ കൗൺസിൽ നേതാവ് കയറി അങ്ങ് തൂങ്ങിച്ചത്തു. അതെന്തോ കുടുംബ പ്രശ്നം എന്നാ കേട്ടെ. അത് കുടുംബ പ്രശ്നം തന്നെ. പോലീസിന്റെ കൺക്ലൂഷനും ആത്മഹത്യയാണെന്നാ. അതെ. പക്ഷേ സമരക്കാരെ പ്രീതിപ്പെടുത്താൻ സർക്കാർ ഒരു അന്വേഷണ കമ്മീഷനെ നിയമിക്കാൻ തീരുമാനിച്ചു എന്നാ ഞാൻ അറിഞ്ഞത്. ഐസക് സാറിന്റെ സോഴ്സിലൂടെ ഞങ്ങൾ അറിഞ്ഞത് ആ കമ്മീഷൻ സാറാണെന്നാണ്. ഞങ്ങള് യൂറോപ്യൻ ട്രിപ്പ് കഴിഞ്ഞു വരുമ്പോഴേക്കും കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കും. സാർ ഞങ്ങളെ ഒന്ന് സഹായിക്കണം. ഐ എം ഷുവർ യു വിൽ ഹെൽപ്പ് us out. നോ, ഇക്കാര്യത്തിൽ ഒരു സഹകരണവും നിങ്ങൾ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട. നമുക്ക് തമ്മിൽ വീണ്ടും അടുക്കാൻ ദൈവം തന്ന അവസരമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. സ്റ്റോപ്പ് ഇറ്റ് ഐസാക്. മനസാക്ഷിയെ വഞ്ചിച്ച് പ്രവർത്തിക്കാൻ ഇനി എന്നെ കിട്ടില്ല. സാറേ വേണ്ട. സാറിന്റെ മനസമാധാനം കളഞ്ഞിട്ട് നമുക്കൊന്നും വേണ്ട. സാർ ഇന്ന് സർവ്വസമ്മതനാണ്. അനേകം ചാരിറ്റി ട്രസ്റ്റുകളുടെ ചെയർമാൻ, നീതിമേളകളിലൂടെ പാവപ്പെട്ടവർക്ക് നീതി നടപ്പാക്കുന്ന ജസ്റ്റിസ് മേനോൻ. പക്ഷെ ഞാൻ ആലോചിക്കുകയായിരുന്നു, ഈ സൽപ്പേരൊക്കെ പോകാൻ എത്ര നേരം വേണം? ഇൻ ദ വിങ്ക് ഓഫ് എൻ ഐ യു ഫോൾ ഫ്രം ഗ്രേസ് ടു ഡിസ്ഗ്രേസ്. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് അപകീർത്തി. ഭീഷണി കൊണ്ട് തന്നെ അനുസരിപ്പിക്കാൻ നോക്കണ്ട. ജീവിതത്തോട് ആർത്തിയുള്ളവർക്കേ ഭയമുള്ളൂ. ഓക്കെ, ഞങ്ങൾ ഇനി സാറിനെ മെനക്കെടുത്തുന്നില്ല. പാടോ. വരട്ടെ മേനോ സാറേ, നമ്മള് തമ്മിൽ ഇനിയും കാണേണ്ടി വരും. അല്ല, ഞാൻ വിളിച്ചില്ലല്ലോ,
അതിനു മുമ്പ് ഷാർപ്പ് 8:30 എന്ന് സാറല്ലേ പറഞ്ഞത്? ലുക്ക്, ഇറ്റ്സ് 8:29. വേണമെങ്കിൽ 1 മിനിറ്റ് ഞാൻ പുറത്ത് നിൽക്കാം. ഏയ് അതല്ല, ഈ കുക്കിംഗ് പല സ്റ്റേജസിലായിട്ട് ഇങ്ങനെ സ്മെല്ല് കിട്ടുന്നില്ലല്ലോ. സ്മെൽ എന്താ ഡിഷസ്? അത് നല്ലൊരു കേരള ചപ്പാട് കഴിച്ചിട്ട് എത്ര കാലായെന്നറിയോ? സാറിന്റെ മൂഡ് ശരിയല്ലെന്ന് ആദ്യമേ തോന്നി. മൂഡ് ഔട്ടിന്റെ കാര്യം ഇപ്പൊ മനസ്സിലായി. എന്ത്? ഒന്നും കുക്ക് ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ പൊക്കോട്ടെ? ഇരിക്കൂ ഇരിക്കൂ. ഈ കുക്കിംഗ് തുടങ്ങാൻ നേരത്താണ് അവര് വന്നത്. ആര്? എൻ്റെ പഴയ 2 ഫ്രണ്ട്സ്. അവരുമായിട്ട് സംസാരിച്ചിരുന്ന സമയവും പോയി, മൂടും പോയി. അല്ലെങ്കിലും ഈ പാസ്റ്റ് പലപ്പോഴും ഓർക്കാതിരിക്കുന്നതാണ് നല്ലത്. ശരിയാ സർ, ഞാനും ഒരിക്കലും ഓർക്കാറില്ല. പക്ഷെ ഡിന്നറിന്റെ കാര്യം ഓർക്കാതിരിക്കാൻ കഴിയുന്നില്ല. ഇരിക്കണോ പോണോ? അങ്ങനെ പോയാൽ എങ്ങനെയാ? അതായത് നമ്മൾ ഒന്നിച്ച് കുക്ക് ചെയ്യുന്നു, ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നു, അങ്ങനെയല്ലേ വേണ്ടത്. അല്ലാതെ ഈ ഗസ്റ്റ് ഹോസ്റ്റ് എന്നൊക്കെ ഉള്ള ഫോർമാലിറ്റീസ് വേണോ? വേണം. ഞാൻ ഹോസ്റ്റസ്, സർ ഗസ്റ്റ്. Just 40 minutes. My time starts now. അച്ഛനും അമ്മയൊക്കെ എന്നാ ഇങ്ങോട്ട് വരിക? അവര് ബോംബെയിൽ എവിടെയാന്നാ പറഞ്ഞേ? സാറല്ലേ പറഞ്ഞത് പാസ്റ്റ് ഓർക്കാതിരിക്കാൻ നല്ലതെന്ന്. ആ വരുന്നു വരുന്നു, നമ്മുടെ ഫ്രണ്ട്സാ വാനരന്മാര്. എന്താ എന്താ? അങ്കിൾ, ഞങ്ങളുടെ കമ്മിറ്റിയുടെ തീരുമാനം ഇപ്രാവശ്യം സാന്റാക്ലോസ് ആയിട്ട് അങ്കിള് മതിയെന്നാ. ഞാനോ? ഞാനില്ല. അങ്കിൾ, മാസ്കും ഗൗണും റെഡി. എടാ, മാസ്ക് ഉണ്ടെങ്കിൽ ആരെങ്കിലും വേഷം കിട്ടിയാ പോലെ. ഹലോ. യാ, 1 minute. ആ ശരി ശരി, സമ്മതിച്ചു. പക്ഷെ ഒരു കാര്യമുണ്ട്, സാന്താക്ലോസ് ഞാനാണെന്നുള്ളത് ആരോടും പറയാൻ പാടില്ല. അത് ഏറ്റവും അവസാനം അറിയാൻ പാടുള്ളൂ. പക്ഷെ ഞാൻ അറിഞ്ഞു. എന്ത്? സാന്റാക്ലോസ്. ആ ഹലോ. ഹലോ. ഫോൺ എടുത്തത് മോളാണോന്ന് ചോദിച്ചാൽ മോളെ പോലെ തന്നെയാ. ആ TV ഒന്ന് ഓൺ ചെയ്തോളൂ. മെറൈൻ ഡ്രൈവിലെ ഇന്നത്തെ ഇൻസിഡൻസ് കാണാം, സാറിന്റെ പ്രതികരണം ഉൾപ്പെടെ. ഇപ്പോഴാ? ഓ, ഞാൻ വെച്ചോളാം. വിളിച്ചു പറഞ്ഞു വളരെ നന്നായി. ഓക്കെ, താങ്ക് യു താങ്ക് യു. വെൽക്കം ബാക്ക് ടു ട്രൂ വിഷൻ. മെറൈൻ ഡ്രൈവിലെ ഈ 1 ഏക്കർ 30 സെന്റ് സ്ഥലം XMP ഐസക് തോമസ് റവന്യൂ വകുപ്പിന്റെ സ്പെഷ്യൽ ഓർഡറിലൂടെ 90 വർഷത്തെ പാട്ടത്തിന് സംഘടിപ്പിച്ചത്. ഇവിടെ നിരവധി കെട്ടിടങ്ങൾ ഉയരുന്നുണ്ട്. ഇത് തടയാൻ അധികാരികൾ യാതൊരു നടപടിയും സ്വീകരിക്കാത്ത സ്ഥിതിക്ക് ഇപ്പോഴത്തെ ഈ പോലീസ് അക്രമത്തിന് പിന്നിൽ ചില സ്ഥാപിത താല്പര്യക്കാരുണ്ട് എന്ന് സംശയിക്കുന്നു. മെറൈൻ ഡ്രൈവിലെ ഈ 1 ഏക്കർ 30 സെന്റ് സ്ഥലം കറണ്ടും പോയി. സാർ ഡിന്നറിന് വിളിച്ചപ്പോ ആദ്യം എനിക്ക് മടിയായിരുന്നു. ഇപ്പൊ ശരിക്കും ഇതൊരു നല്ല ചേഞ്ചായി. അതെ, ജാസ്മിൻ ഒരു കാര്യം അറിയോ? രണ്ടുപേര് തമ്മിൽ ഫ്രണ്ട്സ് ആവാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കുക എന്നുള്ളതാണ്. അതാ എന്റെ തിയറി. സ്ട്രേഞ്ച് തിയറി. ആഹാരം കഴിക്കുമ്പോ നമ്മുടെ ജാടകളൊക്കെ അറിയാതെ നമ്മൾ മറന്നുപോകും. ഇതാ ഇങ്ങനെ കൈ നക്കും, എരിയുമ്പോ എന്ന് ശബ്ദം ഉണ്ടാക്കും, പിന്നെ എന്ന് എമ്പൊക്കെ വിടും. ഈ അരുചി വന്നാൽ എന്നൊക്കെ പറയും. പിന്നെ കഴിക്കുമ്പോ വല്ലതും തൊട്ടേ കുടുങ്ങിയാലോ കളി കാര്യമായി. എന്റെ മോള്
കളിച്ചു കിടക്കുന്ന പ്രായത്തിൽ എനിക്ക് ജോലി തിരക്ക്. ഞാൻ റിട്ടയർ ആയപ്പോൾ അവൾ ഡോക്ടറായി, തിരക്കായി, കല്യാണമായി, കുഞ്ഞുങ്ങളായി. സത്യം പറഞ്ഞാൽ ജാസ്മിൻ വിശ്വസിക്കില്ല, ഞാനും എൻ്റെ മോളും ദാ ഇതുപോലെ ഒന്നിച്ചിരുന്ന് ഇതുവരെ ആഹാരം കഴിച്ചിട്ടില്ല. ഇപ്പൊ സാറ് നല്ല മൂഡിലായി. കറക്റ്റ്, താൻ പറഞ്ഞ ശരിയാ. കണ്ടോ, സത്യം. ഗുഡ് നൈറ്റ്. ഈ കഴിഞ്ഞതൊക്കെ ഒരു സ്വപ്നം പോലെ തോന്നുന്നു. അച്ഛനും അമ്മയൊക്കെ ഇവിടെ ഉള്ളതുപോലെ. ആരാ? അച്ഛനും അമ്മയും കൂടെ ഉള്ളതായിട്ട് തോന്നുന്നു എന്ന് കുട്ടി പറഞ്ഞില്ലേ? തോന്നണ്ട, കൂടെയുണ്ട് എന്ന് തന്നെ വിചാരിച്ചോളൂ. ഇതുവരെ റെഡി ആയില്ലേ? വരാം സമയമായി. മക്കളെ, ചെല്ല് ചെല്ല്, നിങ്ങൾ വിട്ടോ. ഉടുപ്പിക്കൊണ്ട് വരാം, പൊക്കോ, ഓടിക്കോ. ആളെ പറ്റി ഒരു വിവരമല്ല സാർ. പിന്നെ സംഭവം നേരിൽ കണ്ടോന്ന് പറയുന്ന പെൺകുട്ടി അവൾ ആകെ പെശകാണ് സാർ. അവൾ പറയുന്നതൊക്കെ സത്യമാണോന്ന് എനിക്ക് സംശയമുണ്ട് സാർ. എന്താ അത്? പിന്നെ മേനോ സാർ അവളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഇവിടെയുള്ള ആൾക്കാർക്ക് അത്ര നല്ല അഭിപ്രായമല്ല ഉള്ളത്. കാര്യം തെളിച്ചു പറയടോ സാർ. അത് മിസ്റ്റർ കൈമൾ. അതെ സർ. എന്ത് ചെയ്യുന്നു? എനിക്ക് ഹാർഡ്വെയർ ബിസിനസ്സാണ്. മേനോൻ സാർ കൊല്ലപ്പെട്ട വിവരം മിസ്റ്റർ കൈമൾ എങ്ങനെയാ അറിഞ്ഞ? ക്രിസ്മസ് പാർട്ടിക്ക് പോകാനായി ഞാനും വൈഫും ഫ്ലാറ്റ് പൂട്ടി ഇറങ്ങുമ്പോഴായിരുന്നു ശബ്ദവും കരച്ചിലും കേട്ടത്. ഓടിച്ചെന്ന് നോക്കുമ്പോ മരിച്ചു എന്നെങ്ങനെ മനസ്സിലായി? മുകളിലത്തെ ഫ്ലാറ്റിലെ ഡോക്ടർ ടോണി വന്ന് നോക്കി. യെസ് സർ, ഐ എം ടോണി. സംഭവ സമയത്ത് നിങ്ങൾ എവിടെയായിരുന്നു? ഞാൻ എൻ്റെ ഫ്ലാറ്റിലായിരുന്നു സർ. കൈമൾ സർ പറഞ്ഞാണ് ഞാൻ വിവരം അറിയുന്നത്. ചെന്ന് നോക്കുമ്പോഴേക്കും പൾസ് നിലച്ചിരുന്നു. എന്താടോ ഇന്നലെ 6:30 കഴിഞ്ഞിട്ട് എൻട്രി ഒന്നും കാണാനില്ലല്ലോ? സാർ, ഇന്നലെ ഇവിടെ കുട്ടികളുടെ ക്രിസ്മസ് പാർട്ടി ആയിരുന്നു. പുറത്തുനിന്ന് ധാരാളം ഗസ്റ്റുകൾ ഉണ്ടായിരുന്നു, അതുകൊണ്ടാ. അപ്പോ ഇന്നലെ പാർട്ടിക്ക് വന്നവരുടെ പേരൊന്നും എൻട്രി ചെയ്തിട്ടില്ല അല്ലേ? ഇവിടെ ഉണ്ടാവണം. മിസ്റ്റർ കൈമൾ, മേനോൻ സാറിനെ കൊലപ്പെടുത്തിയത് ഉണ്ട് ആ പെൺകുട്ടി. എന്താ കുട്ടിയുടെ പേര്? ജാസ്മിൻ. ജാസ്മിൻ. അവര് വ്യക്തമായി കണ്ടു എന്നാണോ പറഞ്ഞത്? അത് പിന്നെ ആ കുട്ടിക്ക് ആളെ വ്യക്തമായില്ല. അതിന്റെ കോൺടാക്ട് ലെൻസ് താഴെ എവിടെ പോയി. അത് തന്നെത്താൻ നോക്കിയെടുക്കാൻ പറ്റാതെ വന്നപ്പോ മേനോൻ സാറിനെ വിളിക്കാൻ ചെന്നപ്പോഴാണ് ഈ സംഭവം നടന്നെന്നാ പറഞ്ഞത്.
ഈ ജാസ്മിനെ കുറിച്ച് മിസ്റ്റർ കൈമളിന് എന്തറിയാം? പ്രത്യേകിച്ചൊന്നും അറിയില്ല സർ. അവരിവിടെ വന്നിട്ട് 4 ദിവസമേ ആയുള്ളൂ. ഏതോ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിലാണ് ജോലി. പിന്നെ മേനോൻ സാറായിട്ട് വലിയ അടുപ്പത്തിലായിരുന്നു. എപ്പോഴും അവർ ഒരുമിച്ച് കാണും. ശിവരാമൻ സർ. കോൾ ഹർ. ആരെയാണ് സർ? എടോ ആ പെൺകുട്ടിയെ. ആ കുട്ടി വല്ലാത്ത ഷോക്കിലാണ് സർ. കുറച്ചു മുമ്പ് തല ഇറങ്ങി വീണു. ഡോക്ടർ വന്ന് പരിശോധിച്ചു. ഞാൻ മരുന്നൊക്കെ വാങ്ങിക്കൊടുത്തു സർ. താൻ എന്തിനാടോ ഈ ആവശ്യമില്ലാത്ത പണിക്കൊക്കെ പോകുന്നത്? എന്തൊരു ദീനാനുകമ്പ. സർ, ഇനി എല്ലാ തെളിവും അവളുടെ മൊഴിയാ. വിളിക്കോളെ. അല്ല സർ. സർ സർ, ആ ടി വിക്കാരകത്ത് കയറി പടമെടുക്കണമെന്നും ACPയോട് സംസാരിക്കണമെന്നും പറഞ്ഞ് ഭയങ്കര ബഹള. ഞങ്ങൾ പറ്റില്ലാന്ന് പറഞ്ഞിട്ട് സമ്മതിക്കുന്നില്ല. ഞാൻ വരാം. ആർക്കാടാ ഇവിടെ കൊലപാതകം ഷൂട്ട് ചെയ്യേണ്ടത്? സർ, ഞങ്ങൾ ഇവിടെ കഴിഞ്ഞ 12 മണിക്കൂറായിട്ട് കാത്തു നിൽക്കുന്നു. ഒരു ഫോട്ടോഗ്രാഫ് പോലും എടുക്കാൻ സമ്മതിച്ചിട്ടില്ല. ഇതെന്ത് ന്യായമാണ്? വേണ്ട, താൻ എന്നെ ന്യായം പഠിപ്പിക്കണ്ട. സർ, ഞങ്ങൾ ട്രൂ വിഷൻ ന്യൂസ് ചാനലിൽ നിന്നാണ്. ആ ബോഡി കിടക്കുന്ന സ്പോട്ട് ഒന്ന് കവർ ചെയ്യണം. തന്നെ ആരാ ഇപ്പൊ ഇങ്ങോട്ട് ക്ഷണിച്ചത്? എന്തെങ്കിലും ഒന്ന് സംഭവിക്കാൻ കാത്തിരിക്കുക. പിന്നെ 100 പേരുടെ ഇന്റർവ്യൂ, 1000 വ്യാഖ്യാനങ്ങള്, ഒടുവിൽ കൊന്നതാരാണെന്നുള്ള കണ്ടുപിടുത്തു. പിന്നെ എന്തിനാടാ കൊച്ചനെ ഞങ്ങൾ ഈ ഉടുപ്പിട്ടിരിക്കുന്നേ? ഇപ്പൊ പറ്റില്ല സർ. മൊഞ്ചല് ദേഹത്ത് തൊടരുത് സർ. തൊട്ടാല് ദേഹത്ത് തൊടാതെ സംസാരിക്കാലോ. തൊട്ടാ നീ എന്തിനാ സാർ? എന്തിനാ? എക്സ്ക്യൂസ് മീ, മനസ്സിലായില്ല. വിജയ്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ, ട്രൂ വിഷൻ ന്യൂസ് സർവീസ്. ദയവായി ഇവരെ നഗരത്തേക്ക് കടത്തിവിടണം. പറ്റില്ല എന്ന് ഇവരോട് മര്യാദയ്ക്ക് പറഞ്ഞല്ലോ. നിങ്ങൾ മര്യാദയ്ക്ക് പറഞ്ഞത് എങ്ങനെയാണെന്ന് ഞാൻ ഇപ്പൊ കണ്ടതാ. താൻ ആരാ എന്നെ മര്യാദ പഠിപ്പിക്കാൻ? പ്ലീസ് ബിഹേവ് യുവർ സെൽഫ്. എനിക്ക് സംസാരിക്കേണ്ടത് അകത്തിരിക്കുന്ന തന്റെ ഏമാൻ അസിസ്റ്റന്റ് കമ്മീഷണർ ഉണ്ടല്ലോ, അയാളോടാണ്, തന്നോടല്ല. പച്ച മലയാളത്തിലാ പറഞ്ഞേ അകത്തേക്ക് പോകാൻ പറ്റില്ലാന്ന്. ഏയ്, എന്താ അവിടെ? എന്ത് തോന്നിവാസവും കാണിക്കാനുള്ള ലൈസൻസ് ആണ് ഈ ജോലി എന്ന് കരുതണ്ട. അതാദ്യം പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് ഡിപ്പാർട്ട്മെന്റിലെ കാക്കിയിട്ട ഇതുപോലുള്ള ഗൂണ്ടകളെയാണ്. ഞങ്ങൾ ആരുടെ ഔദാര്യം ചോദിച്ചു വന്നൊന്നുമല്ല. ന്യൂസ് സർവീസ് നെറ്റ്വർക്കിന് നിയമപ്രകാരം അനുവദിച്ചു തന്നിട്ടുള്ള സ്വാതന്ത്ര്യം, അതാണ് ഞങ്ങൾ ആവശ്യം. സ്റ്റോപ്പ് ഇറ്റ് മിസ്റ്റർ വിജയ്. ഒരു വിശദമായ ചർച്ചയ്ക്ക് എനിക്കിപ്പോ സമയമില്ല. ഞങ്ങളുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്താനോ വിലപ്പെട്ട തെളിവുകൾ നശിപ്പിക്കാനോ ഞങ്ങൾ ആരെയും സമ്മതിക്കില്ല. മിസ്റ്റർ ആനന്ദ്, ഒന്ന് ചോദിച്ചോട്ടെ, ഞങ്ങൾ ആ മുറിക്കകത്തൊന്ന് കടന്നാലുടനെ ആവിയായി പോകുന്ന എന്ത് വിലപ്പെട്ട തെളിവുകളാണ് അതിനുള്ളിലുള്ളത്? ഇനി അതല്ല, നിങ്ങൾക്കിതൊരു അഭിമാനത്തിന്റെ പ്രശ്നമാണെങ്കിൽ അത് പറഞ്ഞേക്ക്, ഞങ്ങൾ പൊയ്ക്കോളാം. ബട്ട് വി വിൽ ബി ഫോഴ്സ്ഡ് ടു ടേക്ക് അപ്പ് ദ മാറ്റർ വിത്ത് ദ ഹോം മിനിസ്റ്റർ. കയറ്റി വിട്ടു. ഇനി ഞാനായിട്ട് മാധ്യമ സ്വാതന്ത്ര്യം വലിക്കുന്നു വേണ്ട. കയറ്റി വിട്ടാൽ മാത്രം പോരാ, ജസ്റ്റിസ് മേനോൻ വധത്തെ കുറിച്ചുള്ള സാറിന്റെ കമന്റ് നോ കമന്റ്സ്. മതി. ആ ക്യാമറ റെഡിയാവുമ്പോ സാർ ഇത് ഒന്നുകൂടി പറയണം. നോ കമന്റ്സ്. സർ, ആ പെൺകുട്ടി വെയിറ്റ് ചെയ്യുന്നു. ജാസ്മിൻ. ജാസ്മിൻ. Say yes or no. Yes. Then tell me. അയാളെ കണ്ടാൽ എങ്ങനെ ഇരിക്കും? എന്താ പറയാൻ ബുദ്ധിമുട്ടുണ്ടോ? അതല്ല, ഞാൻ കണ്ടില്ല. കണ്ടു എന്ന് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞ? ഇപ്പൊ മാറ്റി പറയുന്നത് എന്താ? എന്താ ചോദിച്ചിട്ടില്ലേ? അത് എനിക്ക് വ്യക്തമായി കാണാൻ കഴിഞ്ഞില്ല. എന്റെ കോണ്ടാക്ട് ലെൻസ് താഴെ വീണുപോയി. അപ്പോഴാണ്. ആ കൃത്യസമയത്ത് തന്നെയാണ് കൊല നടന്നതല്ലേ? എന്താ സാർ ഉദ്ദേശിക്കുന്നത്? ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഇവിടെയുള്ള മറ്റുള്ളവരോടും പോലീസുകാരോടും പറഞ്ഞൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന്. യുവർ എക്സ്പ്ലനേഷൻ ഓഫ് ദ സിറ്റുവേഷൻ ഈസ് ലീസ്റ്റ് കൺവിൻസിംഗ്. ഫോർ ഇൻസ്റ്റൻസ്, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം, എ ഫാക്ട് ഓഫ് കോമൺ നോളജ്, ഇത്തരത്തിലുള്ള ശക്തിയേറിയ കോൺടാക്ട് ലെൻസ് ഉപയോഗിക്കുന്ന ആരും അത് നഷ്ടപ്പെട്ടാൽ ഉപയോഗിക്കുന്നതിനായി അതേ പവറുള്ള ഒരു കണ്ണട സൂക്ഷിക്കാറുണ്ട്. നിങ്ങൾക്ക് അത്തരത്തിലൊരു കണ്ണട ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഫ്ലാറ്റിലുണ്ടോ? എങ്കിൽ എന്തുകൊണ്ട് കോൺടാക്ട് ലെൻസ് നഷ്ടപ്പെട്ടപ്പോൾ സഹായത്തിന് മേനോനെ വിളിക്കാൻ ഒരുങ്ങാതെ ആ കണ്ണട എടുത്ത് വെച്ചില്ല? പക്ഷേ അതിന്റെ ഗ്ലാസ് പൊട്ടിപ്പോയി. നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നതെന്ന് ഓർമ്മയാണ്. കണ്ണടയുടെ ഗ്ലാസ് പൊട്ടുക, കോൺടാക്ട് ലെൻസ് താഴെ പോവുക, ആരും കാണാത്തൊരു കൊലപാതകയെ കണ്ടു എന്ന് പറയാ, എന്നിട്ട് അയാളെ തിരിച്ചറിയാതിരിക്കുക. കൊള്ളാം, വളരെ നന്നായിട്ട്. And don't think that I'm a fool. ഒരു കാര്യം കൂടെ എനിക്കറിയണം. ഇവിടെ ഇൻസ് ഓഫ് മൾട്ടിമീഡിയയിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് മദ്രാസിലായിരുന്നു എന്നല്ലേ മൊഴി കൊടുത്തിരുന്നത്? അതിനു മുമ്പോ? Come on, tell me. Where do you belong to? നിങ്ങളുടെ ഫാമിലി എവിടെയാണ്? ഫാമിലി മദ്രാസിൽ വരുന്നതിന് മുമ്പ് ഞാൻ ബോംബെയിലായിരുന്നു. Then what's your Kerala connection?
Tell me what's your Kerala connection. പോയിക്കോളൂ. പിന്നൊരു കാര്യം, നമ്മൾ ഇനിയും കാണും നാളെ എന്റെ ഓഫീസിൽ. അപ്പോൾ ഞാൻ ഈ ചോദിച്ച ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി ഇട്ടിരിക്കണം. മനസ്സിലായോ? പ്ലീസ് മാഡം, 1 സെക്കൻഡ്. മാഡം ആണല്ലോ സംഭവം നേരിൽ കണ്ടത്. എന്താ കണ്ടെന്നൊന്ന് പറയാമോ? എ ബ്രീഫ് കമന്റ്. മീര, leave her alone. Thanks. It's okay. ഗുഡ് ഈവനിങ്. വരണം. എനിക്കറിയായിരുന്നു നീ വരുമെന്ന്. എന്തായിരുന്നു ഇന്നത്തെ പെർഫോമൻസ്? അതെ വിജയേട്ടാ, ഈ പോലീസിന്റെ മെക്കെട്ട് കയറുന്ന പണി നിർത്തിക്കോട്ടോ. കുറച്ച് നാളെ തുടങ്ങിയിട്ട്. എന്തോ എടാ, നീ യൂണിഫോം ഇടാൻ തുടങ്ങുന്നതിന് കൃത്യം 7 വർഷം മുമ്പ് ഞാൻ വേണ്ട എന്ന് പറഞ്ഞിട്ടും കന്റോൺമെന്റ് സ്റ്റേഷനിലെ 4 പോലീസ് ജീപ്പുകൾ ഒറ്റക്കെറിഞ്ഞ് തകർത്ത കുട്ടി സഖാവായിരുന്നില്ലടാ നീ. അത് പിന്നെ എന്നെ പോലുള്ള പാവം പയ്യന്മാരെ വിപ്ലവം പറഞ്ഞ് പഠിപ്പിക്കുമ്പോ ഓർമ്മയായിരുന്നു. ഓ, അപ്പോഴും കുറ്റം എനിക്ക്. നമസ്കാരം. ഇന്നത്തെ പെർഫോമൻസ് കലക്കി. ഓപ്പണർ ഉണ്ടോ? ഓപ്പണറൊക്കെ ഉണ്ട്, പക്ഷെ ഇത് ഇവിടെ പറ്റില്ല. ഓക്കെ, വേണ്ട. ഞാൻ വീട്ടിൽ പോകുന്നതിന് മുമ്പ് വിജയിനെ ഒന്ന് കയറി കണ്ടിട്ട് പോകാന്ന് കരുതി വന്നതാ. ഈ ബിയർ ഇങ്ങനെ വലിച്ചു കയറ്റി ഫിറ്റ് ആയിട്ടൊന്നും വീട്ടിൽ ചെന്ന് വലിയ പ്രശ്നമാണെന്ന് ഞാൻ അറിഞ്ഞു. അതെന്റെ ആഭ്യന്തര പ്രശ്നം. അതിൽ ACP ഇടപെടണ്ട. പിന്നെ ഒരു ബിയർ കുടിച്ചാൽ ഉടനെ ഫിറ്റായി പോകുന്നവനാണ് ഞാനെന്ന ചീപ്പ് കോമഡിയും വേണ്ട. വിജയ് തന്നെ പറ, ഞാൻ ഇവന്റെ ആരാ? ഇവന്റെ സ്വന്തം അച്ഛന്റെ സ്വന്തം പെങ്ങടെ സ്വന്തം മകൻ. നാട്ടു നടപ്പനുസരിച്ച് ഇവന്റെ ചേട്ടൻ ആണോ? അല്ലേ? ആണ്. പക്ഷെ 4 ആളുടെ മുമ്പിൽ വെച്ചുള്ളവന്റെ പെരുമാറ്റം കാണുമ്പോൾ എനിക്ക് തൂങ്ങിച്ചാകാൻ വരെ തോന്നാറുണ്ട്. അത് നല്ലതാ. പിന്നെ പ്രോട്ടോകോൾ അനുസരിച്ച് യു ആർ മൈ സബോർഡിനേറ്റ്, കീഴുദ്യോഗസ്ഥൻ. പ്രോട്ടോകോൾ. എല്ലാ കോളിനും മേലെ ഒരു വിളി ഉണ്ട് മോനെ, ഗുരുത്വം. അതില്ലെങ്കിലേ. മേ ഐ കം ഇൻ സർ? യെസ്, വരൂ. ഒരു മിനിറ്റ്. ന്യൂസിൽ 3 മിനിറ്റ് സ്റ്റോറി മീരയുടെ കമന്ററിയും കൊടുത്തു. ശരി സർ. ഓക്കെ. പിന്നെ എന്തായി നിന്റെ അന്വേഷണം? ഗോട്ട് എനി ക്ലൂ? ആബ്സല്യൂട്ട്ലി നത്തിങ്. മേനോൻ സാറിനെ പോലൊരാളെ കൊന്നിട്ട് ആർക്ക് എന്ത് കിട്ടാനാ? സ്വത്ത് കിട്ടാൻ, അല്ലെങ്കിൽ മേനോൻ ജീവിച്ചിരിക്കുന്നത് ഒരു ഭീഷണിയായി കരുതുന്നവരും ഉണ്ടാവാം. ദാറ്റ്സ് റൈറ്റ്. ഞാൻ ആ ആംഗിളൊക്കെ ചെക്ക് ചെയ്തു. കരോളിന് വന്ന് വിളിച്ച കുട്ടികളാണെന്ന് കരുതിയിട്ടാണ് മേനോൻ സാറ് വാല് തുറന്നത്. ഇട്ടിരിക്കുന്ന ഡ്രസ്സും മാസ്കും ഒക്കെ അതാണ് സൂചിപ്പിക്കുന്നത്. പക്ഷെ വന്നയാൾ അകത്ത് കയറാനോ സംസാരിക്കാനോ കൂട്ടാക്കാതെ ഷൂട്ട് ചെയ്യാനോ ഉണ്ടായത്. ഇങ്ങനെ ബിഹേവ് ചെയ്യുന്ന പലപ്പോഴും വാടാ കൊലയാളികളാണ്. യു ആർ റൈറ്റ്. ഇതൊരു എന്താ പറയുക, മാറ്റർ ഓഫ് ഫാക്ട് കില്ലിംഗ് ആണ്. ഒരു ജോലി ചെയ്ത് തീർക്കുന്ന പോലെ. നിനക്കറിയൂ, ഇതിലൊരു വലിയ ഐറണിയുണ്ട്. 4 ദിവസം മുമ്പാണ് ഞാൻ മേനോൻ സാറിനെ നേരിട്ട് കാണുന്നത്. ഞങ്ങളുടെ ഒരു പ്രോഗ്രാമിനെ ക്ഷണിക്കാൻ ഞാൻ ഇന്ന് സാറിന്റെ വീട്ടിൽ പോകാനിരിക്കുകയായിരുന്നു. പക്ഷെ എനിക്ക് ഷൂട്ട് ചെയ്യേണ്ടി വന്നത്. വിജയേട്ടാ, ആ പെണ്ണ് ജാസ്മിൻ, അവൾ ഇതിലൊരു പ്രധാന ലിങ്ക് ആണെന്ന് എനിക്ക് തോന്നുന്നു. അത്രയ്ക്ക് അവിശ്വസനീയമാണ് അവളുടെ മൊഴി. നാളെ അവളെ ശരിക്കൊന്ന് കുടയണം. ഗുഡ് മോർണിംഗ് സർ. ഐ ആം അഡ്വക്കേറ്റ് സീതാലക്ഷ്മി. കൊള്ളാം. ലീഗൽ പ്രൊട്ടക്ഷനോടെയാണല്ലോ വരവ്. എന്താ സംശയം? ഇതുപോലൊരു ഓഫീസിൽ, നിങ്ങളെപ്പോലൊരു ഓഫീസറുടെ മുമ്പിൽ നിയമപരമായ യാതൊരു സുരക്ഷയുമില്ലാതെ വരാൻ. നോ, വെറുതെ ക്ഷോഭിച്ച് ബഹളം ഉണ്ടാക്കണ്ട. ഒരു സാധാരണ പൗരന് നിയമം അനുവദിക്കുന്ന മിനിമം ആനുകൂല്യമാണിത്. ഇത് ഓണർ ചെയ്യാൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി. വെൽ, ഇറ്റ് സീംസ് യു അഗ്രി വിത്ത് അസ്. എന്താ ഇത് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലെ ഐ സ്പെഷ്യലിസ്റ്റിന്റെ സർട്ടിഫിക്കറ്റ് ആണ്. കോണ്ടാക്ട് ലെൻസോ കണ്ണടയോ ഇല്ലാതെ 10 വാര അകലെ നിൽക്കുന്ന ഒരാളിനെയോ വസ്തുവിനെയോ വ്യക്തമായി കാണാൻ ജാസ്മിന് കഴിയില്ല എന്നാണ് അദ്ദേഹം സർട്ടിഫൈ ചെയ്തിരിക്കുന്നത്. കൊലപാതകയെ ജാസ്മിന് തിരിച്ചറിയാൻ കഴിയില്ലെന്ന് തെളിയിക്കാൻ ഇത് മതി. ലെൻസിന്റെ പവറും മറ്റു ഡീറ്റെയിൽസും ഡോക്ടറുടെ സർട്ടിഫിക്കറ്റിലുണ്ട്. യു ക്യാൻ ഗോ ത്രൂ ദാറ്റ്. ഇനി നിങ്ങളുടെ അടുത്ത ചോദ്യം, ലെൻസ് നഷ്ടപ്പെട്ടാൽ ഉപയോഗിക്കാൻ എനിക്ക് കണ്ണടയില്ലേന്ന്. ഇത് റോസ് ഓപ്റ്റിക്കൽസിൽ നിന്നുള്ള കസ്റ്റമേഴ്സ് നോട്ടിന്റെ ഫോട്ടോ കോപ്പിയാണ്. ഞാനും മരിച്ച ജസ്റ്റിസ് മേനോനും ചേർന്ന് മിനിഞ്ഞാന്ന് എന്റെ കണ്ണട ചില്ല് മാറ്റാൻ അവിടെ കൊടുത്തു.
ലെൻസിന്റെ പ്രത്യേകത കാരണം അത് ശരിയായി കിട്ടാൻ 2 ആഴ്ച സമയമെടുക്കും. ഇനി കണ്ണട ഞാൻ മനഃപൂർവ്വം കേടാക്കിയതാണ് എന്നൊക്കെ പറയാനാണ് ഭാവമെങ്കിൽ, വെൽ, യു വിൽ ഹാവ് ടു പ്രൂവ് ദാറ്റ്. ഇനി 3ാമത്തെ ചോദ്യം, എന്റെ ബാക്ക്ഗ്രൗണ്ട്, ഐഡന്റിറ്റി. ഇത് മദ്രാസിലും ബോംബെയിലും ഞാൻ താമസിച്ചിരുന്ന അപ്പാർട്ട്മെന്റ്സിന്റെ അഡ്രസ്സസ്. പിന്നെ എന്റെ പ്രീവിയസ് എംപ്ലോയറിൽ നിന്നും ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും എനിക്ക് കിട്ടിയ കോൺട്രാക്ട് സർട്ടിഫിക്കറ്റ്സിന്റെ കോപ്പികൾ. ക്രിമിനൽ റെക്കോർഡുള്ള ഒരാൾക്ക് ഇത് കിട്ടില്ലല്ലോ. ഇതിൽ കൂടുതൽ എന്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് തൽക്കാലം നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നുമില്ല. അവസാനമായി ഒരു കാര്യം കൂടി. ഇന്നലെ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ എനിക്ക് കഴിയാതിരുന്നത് പോലീസ് മുറയുടെ മൂർച്ചയിൽ പതറിയതുകൊണ്ടല്ല, നിങ്ങളുടെ ശൗര്യത്തിന് മുമ്പിൽ വിറച്ചു പോയതുകൊണ്ടുമല്ല. എന്റെ മാനസികാവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവില്ല. നിങ്ങൾക്കറിയാമോ, ജസ്റ്റിസ് മേനോനെ കൊന്നിട്ട് ഇരുട്ടിലേക്ക് ഇറങ്ങിപ്പോയ ആ മനുഷ്യന്റെ മുഖം കണ്ടെത്താൻ നിങ്ങളെക്കാളും ആഗ്രഹമുണ്ട് എനിക്ക്. കണ്ടെത്തിയാൽ അയാളെ വെറുതെ വിടില്ല ഞാൻ. ഏത് കോടതിയിലും അയാൾക്കെതിരെ മൊഴി നൽകാൻ ഞാനുണ്ടാവും. നൗ ഗുഡ് ബൈ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ ഓഫീസിലേക്ക് വിളിച്ചാൽ മതി. ശരി, ഓക്കെ, ഞാൻ വരട്ടെ. ഹായ് വിജയ്. ഹായ്. എന്താ ഇവിടെ? ഞാൻ ആ ACP ഒന്ന് കാണാൻ വന്നത്. ആ ജാസ്മിൻ, ഇത് മിസ്റ്റർ വിജയ്, ട്രൂ വിഷൻ ന്യൂസ് സർവീസിന്റെ ചീഫാണ്. ഇത് ജാസ്മിൻ. ഞാനറിയും, ഞങ്ങൾ ഇന്നലെ കണ്ടിരുന്നു. ഒരുപക്ഷെ എന്നെ ഓർക്കുന്നുണ്ടാവില്ല. ഓർക്കുന്നു. മിസ്റ്റർ വിജയ് മാത്രമാണ് ഇന്നലെ എന്നോട് അല്പം കരുണ കാട്ടിയത്. അതെന്താ? എന്നെ മീഡിയയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷിച്ചത് മിസ്റ്റർ വിജയാണ്. ആഹാ, എങ്കിൽ നിങ്ങൾ സംസാരിക്കേ, എനിക്ക് അല്പം തിരക്കുണ്ട്. പിന്നെന്താ ഈ കാര്യങ്ങളൊക്കെ? ഒന്നും ആയില്ല. എന്റെ നിരപരാധിത്വം തെളിയിക്കാൻ ചില ഡോക്യുമെന്റ്സ് കൊടുത്തു. പിന്നെ ഇന്നത്തെ പത്രങ്ങൾ കണ്ടോ? മീഡിയയ്ക്കൊരു പുതിയ വിവാദ സുന്ദരിയെ കൂടി കിട്ടിയിരിക്കുന്നു, ജാസ്മിൻ. പക്ഷേ നിങ്ങളുടെ ട്രൂ വിഷൻ ന്യൂസ് അവിടെയും എന്നോട് ദയ കാണിച്ചു. എന്നെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഒഴിവാക്കി. ദയ കാണിച്ചൊന്നുമല്ല, ഞങ്ങളുടെ ചാനലിന്റെ ഒരു ജനറൽ പോളിസിയാണത്. സംഭവങ്ങളെ സെൻസേഷണലൈസ് ചെയ്യാതെ യഥാർത്ഥ വസ്തുതകൾ മാത്രം അവതരിപ്പിക്കുക. അതാണ് ട്രൂ വിഷൻ. എനിക്കില്ലാത്തതും അതാണ്, ട്രൂ വിഷൻ, നേർക്കാഴ്ച. ശരിക്കും എന്താണ് പ്രോബ്ലം? എ ടെറിബിൾ ഷോർട്ട് സൈറ്റ്. ജന്മനാ ഉള്ളതാണ്. ലെൻസ് ഇല്ലെങ്കിൽ ഏതാണ്ട് ബ്ലൈൻഡ് ആണ്. ഗുഡ് മോർണിംഗ് സർ. ഹായ് വിജയ്. ഹായ്. സാറെന്താ ഇവിടെ? ഞാൻ ആനന്ദിനൊന്ന് കാണാൻ വേണ്ടി വന്നതാ. റിട്ടയർഡ് DGP ആണ്, RV തമ്പുരാൻ. ആളുകളുടെ ഈ ദുർനോട്ടാ സഹിക്കാൻ വയ്യാത്തത്. അവിടെ മേനോനങ്ങളുടെ മകളും ഭർത്താവും കുട്ടികളും ഒക്കെ എത്തി. അവരും അവിടെയുള്ള മറ്റുള്ളവരും എന്നെ ശരിക്കും ഒരു കുറ്റവാളിയായിട്ടാണ് കാണുന്നത്. ഒരു കാര്യമില്ലാതെ കുറ്റബോധവുമായി ഇങ്ങനെ വലിഞ്ഞു മുറുകി ജീവിക്കാൻ എനിക്ക് വയ്യ. എനിക്ക് അവിടുന്ന് താമസം മാറ്റണം. ബുദ്ധിമുട്ടില്ലെങ്കിൽ മിസ്റ്റർ വിജയ് എനിക്ക് ഒരു സഹായം ചെയ്യുമോ? എന്താ പറയൂ. എനിക്കൊരു വീട് കണ്ടുപിടിച്ച് തരുമോ? എത്രയും പെട്ടെന്ന്. കഴിയുമെങ്കിൽ ഇന്ന് തന്നെ. ഞാൻ കഴിഞ്ഞ ആഴ്ചയും മേനോനെ കണ്ടതാണ്. വലിയ സന്തോഷവാനായിരുന്നു. ഒരുപാട് സംസാരിച്ചു, ചീട്ട് കളിച്ചു. മേനോൻ സാറിന് പ്രത്യേകിച്ച് ആരെങ്കിലും ശത്രുക്കളായിട്ടുണ്ടായിരുന്നു സാർ? ഏയ്, എൻ്റെ അറിവിലില്ല. നിയമമെടുത്ത് കൈകാര്യം ചെയ്യുന്ന നമുക്കൊക്കെ ശത്രുക്കൾക്കാണോടോ പഞ്ഞം? അല്ല സാർ, അവസാനമായിട്ട് കണ്ടപ്പോൾ അദ്ദേഹം വിശേഷം എന്തെങ്കിലും സാറിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു? സ്ട്രൈക്കിംഗ് ആയിട്ട് എന്തെങ്കിലും? നത്തിങ്. പതിവ് ഫിലോസഫി ആയിരുന്നു കൂടുതലും. അത് ഈ കഴിഞ്ഞ 5-6 വർഷങ്ങളായി മേനോൻ്റെ ഇഷ്ടവിഷയമാണ്. അതൊരു ഓൾഡ് ഏജ് സെൻ്ററാണെന്ന് ഞങ്ങളയാളെ കളിയാക്കുമായിരുന്നു. ആനന്ദ്, ഇതാര് ചെയ്തതാണെങ്കിലും വെറുതെ വിടരുത്. തൻ്റെ എല്ലാ കഴിവും എനർജി ഉപയോഗിച്ച് താൻ അവരെ കണ്ടെത്തണം. ഓക്കെ, സി യു ആനന്ദ്. ഓക്കെ സർ. ആനന്ദ് സർ, ഈ ഇതിനിടയിൽ ഒരു പെണ്ണു ഒന്ന് വീണിട്ടുണ്ടല്ലോ, അവൾ സംഭവം നേരിട്ട് കണ്ടതാണോ? അതെ സർ, പക്ഷേ അവളുടെ ഐസൈറ്റിന് എന്തോ പ്രോബ്ലം ഉള്ളതുകൊണ്ട് ആളെ വ്യക്തമായിട്ട് കാണാൻ സാധിച്ചിട്ടില്ല എന്നാ മൊഴി. ഐ തിങ്ക് ഷീ ഈസ് വെരി ട്രിക്കി. Sure. It's a lovely house. Thank you very much. ഇന്ന് ഇത് എത്രാമത്തെ തവണയാണ് എനിക്ക് നന്ദി പറയുന്നതെന്നറിയാം. എന്റെ റിലീഫ് നിങ്ങൾക്ക് അറിയില്ല.
ഇത്ര പെട്ടെന്ന് ഒരു വീട് തരപ്പെടുമെന്ന് ഞാൻ വിചാരിച്ചില്ല മിസ്റ്റർ വിജയ്. മിസ്റ്റർ വിജയ് അല്ല, വെറും വിജയ്. ആ, എന്നാൽ വെറും വിജയ്. നിങ്ങളുടെ കൂട്ടുകാരൻ അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിൽ ഞാൻ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന വിവരം അറിയിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ വിവാദ സുന്ദരി ആരോടും പറയാതെ മുങ്ങി എന്നാവും നാളത്തെ പത്രങ്ങളിലെ തലക്കെട്ട്. ജാസ്മിൻ, ഒന്നുമില്ല, നല്ല പേര് കേൾക്കുമ്പോ ഒരു പെർഫ്യൂം അടിച്ച തോന്നൽ. തോന്നൽ, അതാണ് കുഴപ്പം. എന്റെ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്, വെറും തോന്നൽ മാത്രം. അതിൽ യാഥാർത്ഥ്യമില്ല. വാട്ട് ഡു യു മീൻ? ഇപ്പോ മേനോൻ അങ്കിളിനെ കൊലപ്പെടുത്തിയത് കണ്ട ഐ വിറ്റ്നസ് ആണ് ഞാൻ. an eye witness without eyesight. കണ്ടില്ലേ? കണ്ടു. കണ്ടോ? കണ്ടില്ല. കണ്ടു എന്നത് വെറും ഒരു തോന്നൽ മാത്രം. ഒരിക്കലും ഞാൻ എന്റെ വൈകല്യത്തെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിട്ടില്ല വിജയ്. പക്ഷെ ഇന്ന് ഞാൻ ദുഃഖിക്കുന്നു. ഓർക്കാൻ നല്ലതൊന്നും അധികമില്ലാത്ത എനിക്ക് ഒരച്ഛന്റെ സ്നേഹം തന്ന ഒരു പാവ മനുഷ്യൻ, അദ്ദേഹത്തെ കൊന്നിട്ടിറങ്ങിപ്പോയവന്റെ മുഖം കാണാനായില്ലല്ലോ എന്ന് ഓർക്കുമ്പോ. ജാസ്മിൻ, എന്താ ഇത്? റിലാക്സ്. എല്ലാവർക്കും എന്റെ ബാക്ക്ഗ്രൗണ്ട് അറിയണം. പാലക്കാട്ട് ജനിച്ച സരസ്വതി മേനോൻ ബോംബെയിലെ ഫ്ലോറ ഫൗണ്ടനിൽ ബിസിനസ്സുകാരനായ സലീം ഖാനെ പ്രേമിച്ച് വിവാഹം കഴിച്ചു. അവരുടെ മകളായ എനിക്ക് പ്രാർത്ഥിക്കാൻ കൃത്യമായിട്ടൊരു ദൈവം പോലുമില്ല. രണ്ടുപേരുടെയും ഭാഷകൾ ഞാൻ പഠിച്ചു, ആചാരങ്ങളും വിശ്വാസങ്ങളും പഠിച്ചു. അമ്മയും പപ്പയും വേർപിരിഞ്ഞതോടെ അവശേഷിക്കുന്നത് കൺഫ്യൂഷൻ മാത്രം. ജസ്റ്റ് കൺഫ്യൂഷൻ. ഞാൻ എന്തൊക്കെയോ വിജയനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. എന്റെ ജീവചരിത്രം വളരെ ലളിതമാണ്. അമ്മയും അച്ഛനും നേരത്തെ മരിച്ചു. അങ്ങനെ പറയത്തക്ക ബന്ധുക്കളും ആരുമില്ല, അത്ര തന്നെ. ഓ, സ്ഥിരം നായക വേഷം. ഞാൻ ആലോചിക്കായിരുന്നു, ഞാൻ എന്തിനു വിജയനോട് ഇതെല്ലാം തുറന്നു പറഞ്ഞെന്ന്. മേ ബി യു ആർ എ ഫ്രണ്ട് ഇൻ നീഡ്.
എന്തായിരുന്നു നിന്റെ പ്രകടനം? പോലീസിന്റെ മുമ്പിൽ നീ വിറക്കില്ല അല്ലേ? ഇപ്പൊ എവിടെ പോയി നിന്റെ ലീഗൽ പ്രൊട്ടക്ഷൻ? എന്നെ കുറിച്ച് നീ എന്താടി ധരിച്ചത്? നിന്റെ ജാടയിൽ ഞാൻ വരണ്ടുപോയി, അതോ നിന്റെ സോഫിസ്റ്റിക്കേഷനിൽ ഞാൻ ഭ്രമിച്ചു പോയി? പോലീസ് എന്നും പോലീസാടി. വേണ്ടി വന്ന നിന്നെയല്ല നിന്റെ... വേണ്ട, വെറുതെ എനിക്ക് പണി ഉണ്ടാക്കാതെ പറ മോളെ, ആരാ ഇതിന്റെയൊക്കെ പിന്നിൽ? ഞാൻ പറഞ്ഞത് സത്യം, എനിക്കൊന്നും അറിയില്ല. കുറച്ച് അത്യാവശ്യ സാധനങ്ങൾ വാങ്ങാനാ ഞാൻ അവിടെ പോയത്. അപ്പോഴാ എന്റെ മുമ്പിലേക്ക് ആ മനുഷ്യൻ. പിന്നെ ലോകത്തുള്ള കൊള്ളാവുന്ന മനുഷ്യരൊക്കെ നിന്റെ കാൽ ചുവട്ടിൽ വീണ് മരിക്കാൻ നീ ആരാടി? ദേവിയുടെ അവതാരം. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ആ മനുഷ്യന് ഒരു പരിചയമില്ല. അയാളെ ഞാൻ ആദ്യമായി കാണുന്നത് ഈ ഓഫീസിന്റെ മുമ്പിൽ വെച്ച. അയാളുടെ പേരോ പ്രൊഫഷനോ ഒന്നും എനിക്കറിയില്ല. കൊള്ളാം, നല്ല വിനയം. ഇപ്പൊ എവിടെ പോയടി നിന്റെ തിളപ്പൊക്കെ? ആനന്ദ്, ഞാൻ വന്നത്... നോ, ശിവരാമൻ സർ, കം വിത്ത് മീ. ആനന്ദ്, നീ എന്തിനാ ജാസ്മിനെ ഇവിടെ ഡീറ്റെയിൻ ചെയ്തിരിക്കുന്നത്? വിജയേട്ടൻ അറിയില്ല എന്റെ സീരിയസ്നെസ്. 3 ദിവസത്തിനുള്ളിൽ 2 കൊലപാതകങ്ങൾ, അതും ഹൈ പൊസിഷനിലുള്ളവർ, സ്വാധീനമുള്ളവർ. അത് രണ്ടും ഇവളുടെ മുമ്പിൽ വെച്ച്. സോ വാട്ട്? ഇവൾക്ക് ഇതുമായി എന്തോ ബന്ധമുണ്ട്. വിജയേട്ടൻ അറിയോ? ഇവൾ എന്നെ കാണാൻ വന്ന അതേ ദിവസം തന്നെ തമ്പുരാൻ സാറും എന്നെ കാണാൻ വന്നിരുന്നു. മേനോൻ സാറിന്റെ കൊലക്കേസ് അന്വേഷണത്തിൽ ഉപേക്ഷിച്ചതെന്ന് എന്നോട് പറയാം. സോ വാട്ട് ആനന്ദ്? നീ ഇങ്ങനെ കോമൺ സെൻസ് ഇല്ലാതെ സംസാരിക്കരുത്. തമ്പുരാൻ അങ്ങനെ പറഞ്ഞു എന്ന് വെച്ച് ജാസ്മിൻ അയാളെ കൊലപ്പെടുത്തി എന്നാണോ നീ ഉദ്ദേശിക്കുന്നത്? അല്ല, മേനോൻ സാറും തമ്പുരാൻ സാറുമായിട്ടുള്ള അടുപ്പം, മേനോൻ സാറും ജാസ്മിനുമായിട്ടുള്ള അടുപ്പം, ഈ 2 കൊല നടന്നപ്പോഴുള്ള അവളുടെ സാന്നിധ്യം. ഐ തിങ്ക് ഇറ്റ്സ് ടു ഇൻട്രസ്റ്റിംഗ് എ പാറ്റേൺ ടു ഇഗ്നോർ. ഇല്ല വിജയേട്ടാ, എനിക്ക് അവളെ കൂടുതൽ ചോദ്യം ചെയ്തേ പറ്റൂ. നീ ഇങ്ങനെ വാശി പിടിക്കരുത്. നിനക്കറിയില്ല ഒരു പാവം പെണ്ണിനോട് നീ ചെയ്യുന്ന അനീതി എത്ര വലുതാണെന്ന്. വിജയേട്ടൻ എന്തിനാ അവൾക്ക് വേണ്ടി ഇങ്ങനെ ബാധിക്കുന്നത്? എനിക്ക് നിന്നോട് സഹതാപം തോന്നും. വൈ? ബിക്കോസ് ഇറ്റ്സ് യുവർ മിസ്റ്റേക്ക്. അവൾ നിനക്ക് അവളെ സംബന്ധിച്ച എല്ലാ റെഫറൻസും തന്നില്ലേ? അന്വേഷിച്ചാൽ 24 മണിക്കൂറിനകം അവളെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും നിന്റെ കമ്പ്യൂട്ടറിലെത്തും. നീ എന്തുകൊണ്ട് അത് ചെയ്തില്ല? ഇനി നിനക്ക് അവളെ പറ്റി അറിഞ്ഞാൽ മതിയെങ്കിൽ ഞാൻ പറഞ്ഞുതരാം എല്ലാം. പക്ഷെ നീ എനിക്ക് ഉറപ്പ് തരണം, അവളുടെ നിജസ്ഥിതി നിനക്ക് ബോധ്യപ്പെട്ടാൽ അവളെ വെറുതെ വിട്ടയക്കുമെന്ന്. ഓക്കെ? ഓക്കെ?